It was a lovely set from Kingsley Coman, ball over the top. 2 വർഷം മുൻപ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു കൈകൊടുക്കലായിരുന്നു അത്. സൗദി ലീഗിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുമെന്ന് റൊണാൾഡോ വാഗ്ദാനം നൽകി. എന്നാൽ ഇന്ന് അൽ നസറിന്റെ മഞ്ഞക്കുപ്പായത്തിൽ റൊണാൾഡോ അസ്വസ്ഥനാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ താരം കളിക്കളത്തിന് പുറത്തിരുന്നപ്പോൾ ആരാധകർ കരുതിയത് അത് വെറും ഒരു വിശ്രമമാണെന്നാണ്. എന്നാൽ CR7 ക്ലബ്ബുമായി പിരിയുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം ഒരു ട്രാൻസ്ഫർ വാർത്തയല്ല ഇത്. സൗദിയിലെ വമ്പൻ ക്ലബ് ഉടമകളായ PIF-മായുള്ള നേരിട്ടുള്ള പോർമുഖത്താണ് താരം. എന്താണ് റൊണാൾഡോയെ ചൊടിപ്പിച്ചത്? സൗദിയിലെ പ്രമുഖ ക്ലബ്ബുകളായ അൽ ഹിലാൽ, അൽ നസർ, അൽ അഹ്ലി, അൽ ഇത്തിഹാദ് എന്നിവയുടെ ഉടമസ്ഥാവകാശം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അഥവാ PIF-നാണ്. എന്നാൽ ഇവർ അൽ ഹിലാലിനോട് പക്ഷപാതം കാണിക്കുന്നു എന്നതാണ് റൊണാൾഡോയുടെ പ്രധാന പരാതി. ഏറ്റവും പുതിയ തർക്കത്തിന് കാരണം കരീം ബെൻസമയുടെ ട്രാൻസ്ഫർ ആണ്. അൽ ഇത്തിഹാദിൽ നിന്നിരുന്ന ഫ്രഞ്ച് സൂപ്പർ താരം ബെൻസമയെ അൽ ഹിലാലിലേക്ക് എത്തിച്ച നീക്കം റൊണാൾഡോയെ പ്രകോപിപ്പിച്ചു. തന്റെ ക്ലബായ അൽ നസറിനെ ശക്തിപ്പെടുത്താൻ അധികം സൈനിങ്ങുകൾ നടത്തുന്നില്ല എന്നതും റൊണാൾഡോയെ അതൃപ്തനാക്കുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിമറിഞ്ഞിരിക്കുന്നു. ബെൻസമെ 18 മാസത്തെ കരാറിൽ അൽ ഹിലാലിൽ എത്തിയതോടെ അൽ നസറിൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ റൊണാൾഡോയിൽ ശക്തമാണ്. റൊണാൾഡോ ഇനി എങ്ങോട്ട് പോകും എന്നതിൽ 2 സാധ്യതകളാണ് ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ലയണൽ മെസ്സി കളിക്കുന്ന മേജർ ലീഗ് സോക്കർ. പണ്ട് MLS-നേക്കാൾ മികച്ചതാണ് സൗദി എന്ന് പറഞ്ഞെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ ക്ലബ്ബുകൾ റൊണാൾഡോയ്ക്കായി വല വിരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ സാധ്യത തന്റെ പ്രിയപ്പെട്ട യൂറോപ്പിലേക്ക് തന്നെയുള്ള തിരിച്ചുവരവാണ്. വിരമിക്കാൻ സമയമായിട്ടില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന റൊണാൾഡോയ്ക്ക് യൂറോപ്പിലെ വമ്പൻ ടീമുകൾ ഇനിയും അവസരം നൽകിയേക്കാം. സൗദി അറേബ്യയെ ഫുട്ബോൾ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ റൊണാൾഡോയുടെ ഈ പിണക്കം ലീഗിനെ തന്നെ ബാധിക്കുമോ എന്ന് കണ്ടറിയണം.